ഹായ്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലാത്തത്? നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടക്കാതെ വരുന്നു. ആ സമയം മുതൽ നമ്മൾ നമ്മളെ തന്നെ സംശയിക്കാൻ തുടങ്ങും അല്ലേ? നമുക്കത് ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. നമുക്ക് സ്ട്രെസ്, ആങ്സൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും അല്ലേ? നിങ്ങൾക്കറിയോ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഒരു ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മളെ വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് മൈൻഡ്. അതുപോലെ തന്നെ നമ്മളെ നശിപ്പിക്കാനും കഴിവുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടൂളാണ് മൈൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. നമ്മള് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിനെ കോൺക്വർ ചെയ്യണം. റെഡിയല്ലേ? നിങ്ങളുടെ സ്ക്രിപ്റ്റ് നിങ്ങൾ തന്നെ എഴുതണം. നിങ്ങളൊരു പേനയും പേപ്പറും എടുക്കുക. നിങ്ങളുടെ സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് എല്ലാം എഴുതാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് സഹിക്കാൻ തയ്യാറാണ്, എത്രത്തോളം നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് രചിക്കാം. നിങ്ങളെ തോൽപ്പിക്കാനായിട്ട്, നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു ശക്തിക്കും സാധ്യമല്ല. അണ്ടിൽ ആൻഡ് അൺലെസ് നിങ്ങൾ വിചാരിക്കുന്നത് വരെ. ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കറിയോ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ആഹാ അതിമനോഹരമായിട്ട് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന എല്ലാം അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര സുഖാണല്ലേ? അങ്ങനെ സംഭവിക്കുമോ ജീവിതത്തില്? നമ്മുടെ ലൈഫില്, നമ്മുടെയൊക്കെ ലൈഫില് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ സംഭവിക്കുമെന്ന്? ഒരു സ്മൂത്ത് ആയിട്ട് എല്ലാം അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നെവർ. ഇത് ലൈഫാണ്. ഇവിടെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. ഒരുപാട് പേര് ചിലപ്പോൾ നമ്മളെ ഇട്ടിട്ട് പോയെന്നിരിക്കും. ഒരുപാട് പേര് നമ്മളെ പരിഹസിച്ചു പോയെന്നിരിക്കും. ഒരുപാട് പേരുടെ എന്താ പറയാ ആട്ടും തുപ്പും ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വരുമായിരിക്കും. ദിസ് ഈസ് ലൈഫ്. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതെല്ലാം തരണം ചെയ്ത് അതിനെല്ലാം തട്ടിമാറ്റി നമ്മൾ കരുത്താർജിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഡെയിലി നിങ്ങൾ പൊടി തട്ടി മിനുക്കിയെടുത്ത് ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റ്, ഇതാണ് എൻ്റെ ജീവിത ചരിത്രം എന്ന് പറയുന്നത് എഴുതുക. നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക. എവിടെ നിങ്ങൾ എഴുതണം? നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ എഴുതുക. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഒരു ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കായിരിക്കുക. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെയാ നമുക്ക് നേടേണ്ടുന്നത് എന്നുള്ള ആ ഒരു വ്യക്തമായ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുന്നത് വരെ നിങ്ങളെ ഒറ്റ മനുഷ്യർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊരു കരുത്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്നറിയോ? നിങ്ങൾക്ക് എന്തോരം പൊട്ടൻഷ്യൽ ഉണ്ടെന്നറിയോ? നിങ്ങൾ ആലോചിക്കാനായിട്ടാണ് ശരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്? എനിക്ക് എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട്? ഇനി ഞാൻ ഇവിടെയൊക്കെ നിന്നാ മതിയോ? ഞാൻ എത്രയധികം ഹൈറ്റ്സിൽ എത്തേണ്ട ആളാണ് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോടൊന്ന് നിരന്തരം ഒന്ന് ചോദിച്ചു നോക്കിയേ. നിങ്ങൾക്ക് കിട്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ള വിശ്വാസത്തോടെ അതിന് ഒറ്റയ്ക്ക് നിന്ന് പോരാടാനായിട്ടുള്ള ഒരു മനസ്സ്, ആ ഒരു മനോധൈര്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? എങ്കിൽ അപ്പോഴാണ് നിങ്ങളുടെ ക്യാരക്ടർ ഷൈൻ ചെയ്യാൻ തുടങ്ങുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഷൈൻ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ മാത്രം. അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാല്, എല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞാല് ഒരിക്കലും നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആവത്തില്ല. നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു സക്സസിലേക്ക് എത്തി ആ ഒരു വിജയം ആഘോഷമാക്കുവാനുള്ള ഒരവസരം നിങ്ങൾക്ക് കിട്ടില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരിക്കലും നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ ഉപേക്ഷിച്ച് പോകല്ലേ. ലോകത്തിന് നിങ്ങളെ വേണം. നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേര് പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പതിയെ പതിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, ഉപേക്ഷിച്ച് പോകാതിരിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെ. ഇപ്പോഴും കുറേ അധികം ആൾക്കാര് സാധാരണ ഒരു ഓർഡിനറി മൈൻഡ് സെറ്റിലാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് വിചാരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ മതി, ഒരു ആവറേജ് ലൈഫ്. ബട്ട് നമ്മൾ എപ്പോഴും ഒരു എക്സ്ട്രാ ഓർഡിനറി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരിക്കണം നമ്മൾ എപ്പോഴും നമ്മളെ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ സെൽഫ് ബിലീവ് എന്ന് പറയുന്നത്, നമ്മുടെ മൈൻഡിനെ നമ്മളെ തന്നെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിങ്ങനെ നിരന്തരം നിങ്ങൾ ആ ഒരു വിശ്വാസത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഒരു ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. എന്തുകൊണ്ടെന്നറിയോ? ബിക്കോസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മുടെ ഡ്രീംസിനെ എപ്പോഴും ഫോളോ ചെയ്യുക. അതിങ്ങനെ ശരിക്കും നിങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഈ ലോകം നിങ്ങളെ അംഗീകരിക്കും. അതാണ് നിങ്ങളുടെ സമയം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക,
ജീവിതത്തിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് പടിപടിയായിട്ട് മുന്നോട്ട് പോയി ഏറ്റവും മുകളിലേക്ക് ആ ഉത്തുംഗ ശൃംഗത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തിനോട് വിളിച്ചു പറയാൻ പറ്റണം, ഐ എം എ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. അപ്പോൾ ലോകം നിങ്ങളെ അംഗീകരിക്കും, നിങ്ങളെ ബഹുമാനിക്കും. ആ വിജയം നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയണം. ഇപ്പോൾ തന്നെ അത് മനസ്സിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്